കല്യാണ വിശേഷങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുമ്പോൾ നിങ്ങൾക്കാകെ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ, എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത്. ഇപ്പം നമുക്ക് നമ്മളുടെ ഫാമിലിയിൽ 2 കല്യാണമുണ്ട്, അക്കുവിൻ്റെതും അമ്മുവിൻ്റെതും. അവർ ബ്രദറും സിസ്റ്ററും ആണേ. അപ്പോൾ ഞായറാഴ്ച അക്കുവിൻ്റെ കല്യാണം, പിന്നത്തെ വ്യാഴാഴ്ച അമ്മുവിൻ്റെ കല്യാണം. അപ്പോൾ ഞായറാഴ്ച അക്കുവിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇവരുടെ രണ്ടാളുടെയും ഹൽദി നമ്മൾ ശനിയാഴ്ച കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെതാണ് നിങ്ങൾ ആ മഞ്ഞ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതേ നമ്മളുടെ കാറിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. പെണ്ണിൻ്റെ വീട് വരുന്നത് മുടപ്പിലായിലാണേ. വസുവൊക്കെ ആകെ ടയേർഡായിട്ടാണ് ഉള്ളത്. കാരണം തലേന്ന് നമ്മൾ ഉറങ്ങാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സാൻവിയും വസുവും എല്ലാവരും ടയേർഡായിട്ടാണ് ഉള്ളത്. കാരണം ഡാൻസും പാട്ടും കൂത്തുമൊക്കെ ആയിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ നമ്മൾ കല്യാണ വീട്ടിലെത്തി. അനുശ്രീ ഇതേ താലമൊക്കെ എടുത്തിട്ട് മണ്ഡപത്തിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ ഫ്രണ്ടിൽ തന്നെ നിന്നിട്ടുണ്ട് കേട്ടോ കല്യാണമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല ചൂടാണെങ്കിലും നമ്മൾ മുന്നിൽ തന്നെ വേണമല്ലോ. അപ്പോൾ അതേ അക്കു വന്നു. അവർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഓരോരോ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. താലികെട്ടും മാലയിടലും അങ്ങനെ ഓരോരോ പരിപാടികൾ. വസുവിനെയും കൊണ്ട് ലാലൂട്ടൻ കുറച്ച് ദൂരേക്ക് മാറി നിന്നിട്ടുണ്ട്. കാരണം വസു ചൂടുകൊണ്ട് അവിടെ നിൽക്കുകയില്ല, നിൽക്കുന്ന പോലെയിട്ട് സമ്മതിക്കുകയില്ല. അപ്പോൾ ഞങ്ങൾ മുന്നിൽ തന്നെ നിന്ന് കാണുന്നുണ്ട്. അക്കുവിൻ്റെ പിള്ളേർ അക്കുവിനെ തമാശയാക്കിക്കൊണ്ട് പാട്ടും ഡാൻസും ഒക്കെയാണ് കേട്ടോ ഇത്. അവർ നല്ല വൈബ് പിള്ളേരാണ് കേട്ടോ. തലേന്ന് നല്ല അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു പിള്ളേരുടേത്. പിള്ളേർ ഉള്ളതുകൊണ്ട് തന്നെ കല്യാണം നല്ല ഗ്രാൻഡായിട്ട് അങ്ങോട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇതേ അവർ ഫാമിലിയൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അപ്പം നമ്മളിവിടെ മുന്നിൽ നിന്നിട്ടുണ്ട്. പിന്നെ നമ്മളെന്നാ വിചാരിച്ച് വേഗം പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളത്. കാരണം പരിപാടി ഇവിടെ കഴിച്ച് വെച്ചാൽ നല്ല സുഖമാണല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. വസുവിനെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഒരേലേക്ക് ഇട്ടിട്ട്. അങ്ങനെ ഞാനും ലാലോടിനും മനീഷേട്ടനും ഭവീച്ചിയും പിള്ളറും. അപ്പോൾ വികൻ ഈഹാൻ്റെ കൂടെയാണുള്ളത്. ഞങ്ങൾ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വരുമ്പോൾ വൻചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ ലേറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് വൻചേച്ചിനെയും കൂട്ടിയിട്ട് അവരൊക്കെ പോയി ഞങ്ങൾ അവിടെ തന്നെ നിന്നേ.